Hello everybody, welcome to another live organized by ALT. I'm Sharon Thomas. So I'm again back with another writing session, writing into a live session. So again, we will case note analysis in a transformation of case note. Another case note we transform live. So I'm just waiting for everybody to join the session. Meanwhile, please let me know about your examination. In the result okay. Hi, Manu Rajagopal. Hi. Sajna. Hi. Good evening. Grishma Paul. Hi, Grishma. Hi, Rilsa. Deepthi Reggie. Hi, Deepthi. So, how are you all doing? Your classes are going OET classes, preparation and what about your OET examination? Well prepared, Manju Mall, hi. And by the way, let me tell you one thing. May 9 IILT Kottayam branch, we are starting another premium batch. We are 15 premium batch starting. So I am just inviting all of you. Adyam join admission. So you can just come. Okay. Manju Mall, hi Manju. Tintu, hi, good evening. Good evening, Tintu. Mariama Anand, okay, hi. Ajmal, hi. Yes. Jismi. Hi, Jismi. Okay. Yes. Yes. So, shall we just begin the session? Yes, all right. So, we are moving on to the transformation of case note. So, we are writing in common case note sorry. Case note transform so, first you have following or followed by in the difference. Use okay. So, I hope it is clear. Visible ano? Is it visible? Can everybody see it? Okay. So, following followed by. Okay, what is the difference between following and followed by? Okay, so I have a question for you. He was admitted dash a bike accident. He was admitted dash a bike accident. So, ഇവിടെ following ആണോ followed by ആണോ വരേണ്ടത്? So, അതാണ് എനിക്ക് കിട്ടുന്ന ആൻസർ. So, he was admitted dash a bike accident. ഇവിടെ ഒരു അഡ്മിറ്റ് ചെയ്ത കാര്യം പറയുന്നുണ്ട് ആൻഡ് ഒരു ബൈക്ക് ആക്സിഡൻറ്റും പറയുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ഫോളോയിങ് എന്ന് പറഞ്ഞ വേർഡാണോ ഫോളോഡ് ബൈ എന്ന് പറഞ്ഞ വേർഡാണോ യൂസ് ചെയ്യേണ്ടത്? ഗ്രീഷ്മ പോൾ പറഞ്ഞിട്ടുണ്ട് ഫോളോയിങ് ആണ്. ലെറ്റ്സ് സീ. Any answers? Any other answers? Just like followed by ആർക്കെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ എന്താണ് followed? മഞ്ജു പറഞ്ഞിട്ടുണ്ട് followed ആണ്. ദീപ്തി പറഞ്ഞു following ആണ്. Following by. Followed by അല്ല following അല്ല following by പറഞ്ഞിട്ടുണ്ട്. Okay. Any other answers? Okay. Yes. Any other answers? Okay, anyway, let's see. So, he was admitted dash a bike accident എന്ന് കണ്ടു. So, നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ സെൻറ്റൻസ് he was admitted following a bike accident എന്നാണ്. So,
ഫോളോയിങ് എ ബൈക്ക് ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈക്ക് ആക്സിഡൻറ്റിനെ തുടർന്ന് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തു. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. ഒരു ബൈക്ക് ആക്സിഡൻറ്റിനെ തുടർന്ന് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തു. ഇവിടെ ഫോളോയിങ് കഴിഞ്ഞ് വന്ന കാര്യം ആദ്യം സംഭവിച്ചു. തെറ്റിപ്പോകരുത്. ഫോളോയിങ് കഴിഞ്ഞ് നമ്മൾ എഴുതുന്ന കാര്യമായിരിക്കും ആദ്യം സംഭവിക്കുന്നത്. സോ ഹി വാസ് അഡ്മിറ്റഡ് ഫോളോയിങ് എ ബൈക്ക് ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈക്ക് ആക്സിഡൻറ്റിനെ തുടർന്ന് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഓക്കെ, ഷിജി പറഞ്ഞിട്ടുണ്ട് ഫോളോയിങ്. യെസ്, ലീബ പറഞ്ഞു ഫോളോയിങ് പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് ഫോളോഡ് ബൈ പറയുന്നുണ്ട്. ലെറ്റ്സ് സീ. ഇനി ഹി വാസ് അഡ്മിറ്റഡ് ഫോളോവ്ഡ് ബൈ എ ബൈക്ക് ആക്സിഡൻറ്റ് എന്ന് നമ്മളിവിടെ എഴുതിയാൽ അതിനർത്ഥം അവനെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി എന്നാണ്. അവനെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായെന്നാണ്. ശരിക്കും എങ്ങനെയാണ് മീനിങ് വരേണ്ടത്? ഒരു ബൈക്ക് ആക്സിഡൻറ്റിനെ തുടർന്ന് അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. സോ ഇവിടെ ഫോളോയിങ് ആണ്, ഫോളോഡ് ബൈ ആണോ റൈറ്റ് ആൻസർ? ഈ ഒരു സെൻറ്റൻസിൽ ഫോളോയിങ് ആണ് റൈറ്റ് ആൻസർ. ബിക്കോസ് ആഫ്റ്റർ എ ബൈക്ക് ആക്സിഡൻറ്റ് ഹി വാസ് അഡ്മിറ്റഡ് ടു ദി ഹോസ്പിറ്റൽ. ഫോളോഡ് ബൈ വന്നാൽ മീനിങ് തിരിഞ്ഞു പോകും, സെൻറ്റൻസിൻ്റെ മീനിങ് മാറിപ്പോവും. അതുകൊണ്ട് ഫോളോയിങ് ആണ് ശരി. ഇനി നിങ്ങൾ ഓർത്തോണം, നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പം ഫോളോയിങ് കഴിഞ്ഞ് വരുന്ന കാര്യമായിരിക്കും ആദ്യം സംഭവിക്കുന്നത്. ഫോളോവ്ഡ് ബൈ കഴിഞ്ഞ് വരുന്ന കാര്യം രണ്ടാമതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഈസ് ദാറ്റ് ഓക്കെ? യെസ്. സോ വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Now I have again just two sentences related to following by and following. So you can see here, he was provided chemotherapy followed by a resection of lung. He was provided chemotherapy followed by a resection of lung. Okay, Gina George, good evening പറഞ്ഞിട്ടുണ്ട്. Hi Gina, good evening. Kesia Sibi following പറഞ്ഞിട്ടുണ്ട്. Okay. So here you have, he was provided chemotherapy followed by a resection of the lung. എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് സെൻറ്റൻസ്? ഇവിടെ നിങ്ങൾക്ക് ഫോളോവ്ഡ് ബൈയും കാണാം, തൊട്ട് താഴെ ഫോളോയിങ് ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെ രണ്ട് മീനിങ് ആണ്. ഇവിടെ ഫോളോവ്ഡ് ബൈ കഴിഞ്ഞ് വരുന്ന കാര്യം ആദ്യമാണോ സംഭവിക്കുന്നത്, രണ്ടാമതാണോ സംഭവിക്കുന്നത്? സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, കീമോതെറാപ്പി ആണോ റിസെക്ഷൻ ഓഫ് ദ ലങ് ആണോ ആദ്യം സംഭവിച്ചത്? ഫോളോവ്ഡ് ബൈ ആണ് കൊടുത്തിരിക്കുന്നത്. കീമോതെറാപ്പി ആണോ റിസെക്ഷൻ ഓഫ് ദ ലങ് ആണോ ആദ്യം സംഭവിക്കുന്നത്? LB Tangachan, good evening. Hi, good evening LB. So please let me know, chemotherapy ആണോ റിസെക്ഷൻ ഓഫ് ദ ലങ് ആണോ ഫോളോഡ് ബൈ യൂസ് ചെയ്തപ്പം ആദ്യം സംഭവിച്ചത്? കീമോതെറാപ്പി, വെരി ഗുഡ്. കീമോതെറാപ്പി ആണ് ആദ്യം സംഭവിക്കുന്നത്. ഫോളോഡ് ബൈ കഴിഞ്ഞ് പറയുന്ന കാര്യം രണ്ടാമതാണ് സംഭവിക്കുന്നത്. സോ കീമോതെറാപ്പി ആദ്യം നടന്നു, അതിനെ തുടർന്ന് റിസെക്ഷൻ ഓഫ് ദ ലങ്ങും നടന്നു. നൗ രണ്ടാമത്തെ സെൻറ്റൻസ് ഇങ്ങനെയാണ്, ഹി വാസ് പ്രൊവൈഡഡ് കീമോതെറാപ്പി ഫോളോയിങ് എ റിസെക്ഷൻ ഓഫ് ദ ലങ്. ഇവിടെ ആദ്യം നടക്കുന്നത് എന്താണ്? ഫോളോവിങ്ങിൻ്റെ കൂടെ വരുമ്പം ആദ്യം നടക്കുന്നത് റിസെക്ഷൻ ഓഫ് ദ ലങ് ആണ്. റിസെക്ഷൻ ഓഫ് ദ ലങ് നടന്നതിന് ശേഷം കീമോതെറാപ്പി പ്രൊവൈഡ് ചെയ്തു. സോ യു ഗോട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഫോളോഡ് ബൈ ആൻഡ് ഫോളോയിങ്. ഫോളോയിങ് കഴിഞ്ഞ് വരുന്ന കാര്യം ആദ്യം നടക്കും. യു അണ്ടർസ്റ്റുഡ്? Okay, yes, I hope it is clear. Following by and followed by, any like, do you need more clarification? Please, if you need more clarification, please let me know. So I'm just moving on to the next topic. Now we have another question. So when you write your letter, നിങ്ങൾ കേസ് നോട്ട് കിട്ടുമ്പം പല രീതിയിൽ കേസ് നോട്ടിൽ കൊടുത്തിരിക്കും സെൻറ്റൻസസ്. സോ വി ഹാവ് ടു ട്രാൻസ്ഫോം ഇറ്റ്. നമ്മളതിനെ ട്രാൻസ്ഫോം ചെയ്ത് എക്സ്പാൻഡ് ചെയ്താണ് എഴുതേണ്ടത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കേസ് നോട്ടിനകത്ത് ഫിസിയോതെറാപ്പി 1 എന്നിട്ട് ഇങ്ങനെ ഒരു ഇൻറ്റു മാർക്ക് /വീക്ക് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സോ അതിനെ നമുക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് എഴുതാൻ പറ്റും? ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും? ഫിസിയോതെറാപ്പി 1 × വീക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു എക്സ്പാൻഷൻ, ഹൗ ക്യാൻ യു എക്സ്പാൻഡ് ഇറ്റ് ഓർ ഹൗ ക്യാൻ യു ട്രാൻസ്ഫോം ഇറ്റ്? ഫിസിയോതെറാപ്പി. Yes.
ആഴ്ചയിൽ എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി കൊടുക്കണമെന്നാണോ ആഴ്ചയിൽ ഒരിക്കൽ ഫിസിയോതെറാപ്പി കൊടുക്കണം എന്നാണോ? സോ ഇത് പലപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് അറിയായിരിക്കും, പക്ഷെ വെൻ യു റൈറ്റ് നിങ്ങൾ എഴുതി വരുമ്പം അതിൻ്റെ മീനിങ് മാറിപ്പോകാറുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തത്. ഫിസിയോതെറാപ്പി ആഴ്ചയിൽ എല്ലാ ദിവസവും കൊടുക്കണമെന്നാണോ ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കണമെന്നാണോ? വീക്ക്ലി വൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, അഞ്ജു സിജിൻ പറഞ്ഞു ഫിസിയോതെറാപ്പി വീക്ക്ലി വൺസ്. മറിയാമ്മ പറഞ്ഞിട്ടുണ്ട്. ജാസ്മി ശ്രീ വൺസ് ഇൻ എ വീക്ക്. അനീറ്റ എബ്രഹാം വൺസ് ഇൻ എ വീക്ക്. വൺസ് വീക്ക്ലി physiotherapy once in a week. Okay, very good, very good. Your answer is absolutely right. So it is ഫിസിയോതെറാപ്പി വൺസ് വീക്ക്ലി എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ ഫിസിയോതെറാപ്പി കൊടുക്കുക. ആൻഡ് ഫിസിയോതെറാപ്പി ഫോർ 1 വീക്ക് ഒരാഴ്ചത്തേന് കൊടുക്കണമെന്ന് പറയുന്നത് തെറ്റാണ്. ദാറ്റ് ഈസ് റോങ് ആൻസർ ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് വൺ. ദാറ്റ് ഈസ് ഫിസിയോതെറാപ്പി വൺസ് വീക്ക്ലി. ഓക്കെ, സോ വിൽ മൂവ് ഓൺ. Next, then we have just a question similar to that, the previous one. Hydrotherapy 3 into, again you can say slash and week. So, ഇവിടെ 1-ന് വരാൻ 3 ആണ്. എങ്ങനെ എഴുതാം? How can you write it? Hydrotherapy thrice in a week. അല്ലേ? ആഴ്ചയിൽ 3 തവണ കൊടുക്കണം. So, which means hydrotherapy thrice weekly. Thrice weekly, Eldos P Matai, thrice weekly. Thrice a week. 3 times in a week, yes. 3 times in a week. Yeah. Yeah, Jasmine Pantunda, Sini, Jomol, Anita, Jasmine, Deepthi. Yeah, everybody said the right answer. Okay, very good, very good. So, we'll look at the next one. Now, here, നമ്മുടെ കേസ് നോട്ടിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. Okay, ഇവിടെ patient reports fall 9 May and you can see a hyphen here. While brushing teeth, felt weak, legs gave way, fell backwards, head strike, approximately 5 hours lying on floor. Neighbors heard call for help around 3/10 May. ഇങ്ങനെയാണ് നിങ്ങളുടെ കേസ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. സോ ഹൗ ക്യാൻ യു എക്സ്പാൻഡ് ദിസ് വൺ? നിങ്ങൾക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഇതിനെ? ഇവിടെ പറയുന്നുണ്ട് 9 മെയ്യിൽ പേഷ്യൻറ്റിന് ഒരു വീഴ്ചയുണ്ടായി, ഒരു ഫോൾ ഉണ്ടായി. എപ്പോഴായിരുന്നു? ടീത്ത് ബ്രഷ് ചെയ്തുകൊണ്ടിരുന്നപ്പം. ആൻഡ് ഭയങ്കര വീക്കായി, പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് വീക്കായി. അതുപോലെ പുറകിലേക്ക് വീണു, തല ഇടിച്ചു. അപ്രോക്സിമേറ്റ്ലി 5 മണിക്കൂറോളം നിലത്ത് കിടന്നു. ആരുടെയും സഹായമില്ല, അല്ലെങ്കിൽ ആരും അറ്റൻഡ് ചെയ്യാതെ പേഷ്യൻ്റ് 5 hours നിലത്ത് കിടന്നു. ആൻഡ് നെയ്ബേഴ്സ് എന്ത് ചെയ്തു? നെയ്ബേഴ്സ് ആ ഒരു വിളി കേട്ടപ്പോൾ അവർ വന്ന് ഏകദേശം ആണ് ഹെൽപ്പ് ചെയ്തത്. സോ ഇങ്ങനെ ഒരു കേസ് നോട്ട് വരുമ്പം ഹൗ ക്യാൻ വി ട്രാൻസ്ഫോം ദ കേസ് നോട്ട്? ഇനി എങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് എഴുതാൻ പറ്റും? സോ ഓൾ വി നീഡ് ടു ഡു ഇസ് വി ഹാവ് ടു കണക്ട് ഇറ്റ് ടുഗെദർ. നമുക്ക് പല പോയിന്റ്സ് കാണും, നമ്മൾ അതിനെല്ലാം കണക്ട് ചെയ്തിട്ട് കൺസൈസ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു കണക്ട് ഓൾ ദോസ് തിങ്സ് ആൻഡ് ദസ് വി ഹാവ് ടു ട്രാൻസ്ഫോം ദ കേസ് നോട്ട്. ഓക്കെ, so how can we transform it? കുറേ പേര് ആൻസർ, സ്മിത ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഹൈഡ്രോതെറാപ്പി ത്രൈസ് വീക്ക്ലി. അഞ്ജു ഒക്കെ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ആൻസർ ആണ് കേട്ടോ. ഓക്കെ, സോ ഹൗ ക്യാൻ യു ട്രാൻസ്ഫോം ദിസ്? നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. സോ ഹിയർ യു ക്യാൻ സീ while brushing his teeth on 9th May, he felt backwards and hit his head. He was unattended for approximately 5 hours. അതായത് 5 മണിക്കൂറോളം അൺഅറ്റൻഡഡ് ആയിട്ടിരുന്നു. ഇവിടെ നമ്മൾ കാണാം 5 മണിക്കൂർ ഫ്ലോറിൽ കിടക്കുമായിരുന്നു. വിച്ച് മീൻസ് ഹി വാസ് അൺഅറ്റൻഡഡ്. അവനെ ആരും നോക്കിയില്ല, അൺഅറ്റൻഡഡ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്ത് ഈ രീതിയിൽ എഴുതാം. ഹി വാസ് അൺഅറ്റൻഡഡ് ഫോർ അപ്രോക്സിമേറ്റ്ലി 5 hours until his neighbors arrived. ഇവിടെ പറയുന്നുണ്ട് നെയ്ബേഴ്സ് ഒരു വിളി കേട്ടപ്പോഴാണ് അവർ വരുന്നത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ അതിനെ കണക്ട് ചെയ്ത് നമ്മൾ എങ്ങനെ പറഞ്ഞു? ഹി വാസ് അൺഅറ്റൻഡഡ് ഫോർ അപ്രോക്സിമേറ്റ്ലി 5 hours until his neighbors arrived. നെയ്ബേഴ്സ് വരുന്നിടം വരെ അൺഅറ്റൻഡഡ് ആയിട്ട് കിടന്നു എന്നുള്ളത് നമ്മൾ അണ്ടിൽ എന്ന് പറഞ്ഞ് വേർഡ് വെച്ച് അതിനെ കണക്ട് ചെയ്തു.
ഓക്കെ, ഇവിടെ നമ്മൾ കാണുമ്പം ഓരോന്നും ഓരോ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ നമ്മൾ അതിനെല്ലാം കണക്ട് ചെയ്ത് ഈ രീതിയിൽ എഴുതി. യു ക്യാൻ ജസ്റ്റ് റീഡ് ദിസ് സെൻറ്റൻസ്. യാ ബിൽജി ബിജു, യെസ്. ഓക്കെ, is it clear? If it is okay, we'll move on to the next one. Now, നമ്മൾ യൂഷ്വലി കേസ് നോട്ട് എഴുതുമ്പം നമ്മൾ പറയാറുണ്ട് വി ഹാവ് സർട്ടൻ ക്രൈറ്റീരിയ. നമ്മൾ കേസ് നോട്ട് ചില ക്രൈറ്റീരിയ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പർപ്പസ് ഉണ്ട്, അതുപോലെ കണ്ടന്റ് ഉണ്ട്, ദെൻ വി ഹാവ് കൺസൈസൻസ് ആൻഡ് ക്ലാരിറ്റി, ദെൻ വി ഹാവ് ഓർഗനൈസേഷൻ ആൻഡ് ലേ ഔട്ട്, ജോണ്ടർ ആൻഡ് സ്റ്റൈൽ, ആൻഡ് ദെൻ ലാംഗ്വേജ്. ഇങ്ങനെ 6 ക്രൈറ്റീരിയയുടെ ബേസിലാണ് OET റൈറ്റിങ്ങിൽ നിങ്ങൾക്ക് മാർക്കിട്ട് കിട്ടുന്നത്. സോ പലപ്പോഴും നമുക്ക് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയയിലും കണ്ടന്റ് എന്ന് പറഞ്ഞ ക്രൈറ്റീരിയയിലൊക്കെയാണ് കൂടുതൽ മാർക്ക് പോകുന്നത്. അതിൻ്റെ റീസൺ യുനോ വെൻ വി ആർ റൈറ്റിംഗ് നമ്മൾ ജസ്റ്റ് ഒരേ മോഡലിൽ എഴുതാതെ അവർ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഷുഡ് ബി ഗുഡ്. നമ്മൾ എഴുതുന്ന സെൻറ്റൻസും അതിൻ്റെ കൺസ്ട്രക്ഷനും നല്ലതായിരിക്കണം. സോ അതിന് എന്ത് ചെയ്യാം എന്നാണ്, നമ്മൾ പുതിയ രീതിയിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ എഴുതി പഠിക്കണം. ജസ്റ്റ് സിമ്പിളായിട്ട് പോകാതെ നമ്മൾ പല രീതിയിലുള്ള കോംപ്ലെക്സ് കോമ്പൗണ്ട് സെൻറ്റൻസുകൾ നമ്മൾ എഴുതി പഠിക്കണം. സോ അങ്ങനെ എഴുതാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് ഇത്. സോ ഡിസ്പൈറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ലെറ്ററിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണ് ഡിസ്പൈറ്റ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. Okay, so you can see here, despite his urinary tract infection being successfully treated with IV antibiotics, he still has episodes of confusion. So what is the meaning of this sentence? Despite his urinary tract infection being successfully treated with IV antibiotics, he still has episodes of confusion, which means അവൻ്റെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് സക്സസ്ഫുള്ളി ട്രീറ്റ് ചെയ്തെങ്കിലും, സോ വിച്ച് മീൻസ് IV ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് നന്നായി ട്രീറ്റ് ചെയ്ത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നമ്മൾ അടുത്ത നെഗറ്റീവായിട്ടുള്ള കാര്യം പറയാൻ പോവാണ്. അതായത് ഇത്രയും നല്ല രീതിയിൽ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്തെങ്കിലും, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് വേണ്ടി ട്രീറ്റ് ചെയ്തെങ്കിലും എന്ത് സംഭവിച്ചു? ഹി സ്റ്റിൽ ഹാസ് എപ്പിസോഡ്സ് ഓഫ് കൺഫ്യൂഷൻ. ഇപ്പോഴും പ്രശ്നമുണ്ട്. You got it? So നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടും അവന് പ്രശ്നമാണ് എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് കാര്യം നമുക്ക് പറയണമെങ്കിൽ we can use the word despite in your letter. Okay? Yes, is it clear? You can read the sentence. Yes. Okay, so you have another sentence here. Despite the management, his condition worsened. ഇത് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. നിങ്ങൾക്ക് മിക്ക കേസ് നോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം പലപ്പോഴും നമുക്ക് കേസ് നോട്ടിൽ കാണാം ഇത്രയൊക്കെ മാനേജ്മെൻറ്റ് കൊടുത്തിട്ടും അവൻ്റെ സിംറ്റംസ് ഇമ്പ്രൂവ് ആയില്ല, അല്ലെങ്കിൽ അത് മാറിയില്ല, ഇപ്പോഴും ആ ഒരു കണ്ടീഷനിൽ തന്നെ നിൽക്കുകയാണ്, കണ്ടീഷൻ സ്റ്റേബിൾ ആയില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ഓർ യു ക്യാൻ റൈറ്റ് ഡിസ്പൈറ്റ് ദ മാനേജ്മെൻറ്റ് ഹിസ് കണ്ടീഷൻ വേഴ്സൻഡ്. എപ്പോഴും ഓർത്തോണം, ഒരു ഡിസ്പൈറ്റ് ദ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു കോമ കാണും, അത് കഴിഞ്ഞിട്ടാണ് ഹിസ് കണ്ടീഷൻ വേഴ്സൻഡ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡിസ്പൈറ്റ് ദ മാനേജ്മെൻറ്റ് ഹിസ് കണ്ടീഷൻ പെർസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഇപ്പോഴും അതേപോലെ തുടരുവാണ്, ഹിസ് കണ്ടീഷൻ പെർസിസ്റ്റഡ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ലിജി ഷൈനു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ലിജി, ഹൗ ആർ യു? യെസ്. സോ ഡിസ്പൈറ്റ് ദ മാനേജ്മെൻറ്റ് ഹിസ് കണ്ടീഷൻ വേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഡിസ്പൈറ്റ് വെച്ച് നിങ്ങൾക്ക് സെൻറ്റൻസുകൾ യൂസ് ചെയ്യാം. നല്ലതാണ്. സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ നല്ലൊരു സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ആണിത്. സോ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ലാംഗ്വേജിനകത്ത്. ഓക്കെ, യെസ്. Is it clear? If it is clear, I'll move on to the next one. Just have a look at these 2 sentences. If you want, you can just note it down. നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ലെറ്ററിനകത്ത് വരുമ്പം ഇത് യൂസ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്യാം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Although his urinary tract infection was successfully managed with intravenous antibiotics, he has episodes of confusion. This is absolutely a right sentence. ഈ എഴുതിയ സെൻറ്റൻസും കറക്റ്റ് സെൻറ്റൻസ് ആണ്. കാരണം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ സക്സസ്ഫുള്ളായിട്ട് മാനേജ് ചെയ്തു ഇൻട്രാവേനിയസ് ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത്. പക്ഷേ എന്നാലും സ്റ്റിൽ ഹി ഹാസ് എപ്പിസോഡ്സ് ഓഫ് കൺഫ്യൂഷൻ. അത് പറഞ്ഞിരിക്കുന്നത്
ശരിയാണ്. ഇവിടെ വേണമെങ്കിൽ ഹി സ്റ്റിൽ ഹാസ് അല്ലെങ്കിൽ സ്റ്റിൽ ഹി ഹാസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഹി ഹാസ് സ്റ്റിൽ എപ്പിസോഡ്സ് ഓഫ് എന്ന് പറഞ്ഞാലും ഇച്ചിരൂടെ നല്ലതാണ്. അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. എന്തായാലും ഈ ഓൾ ദ വെച്ച് ഇവിടെ LB തങ്കച്ചൻ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് കറക്റ്റാണ്. ഓക്കെ, അഗെയിൻ ദാറ്റ് ഈസ് എ ഗുഡ് സെൻറ്റൻസ്. Ambi George, hi, good evening. Maria Joseph, hi Maria, how are you? Yes. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും OET റൈറ്റിങ്ങിനെ സംബന്ധിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ഡൗൺ. ഓക്കെ, ഞങ്ങൾ ഡെഫിനറ്റ്ലി വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഞാനൊരു കാര്യം കൂടെ പറയുവാണ്, പുതിയ ലൈക്ക് വീണ്ടും വരുന്നവരോട് പറയുവാണ്, ലൈക്ക് മെയ് 9-ാം തീയതി കോട്ടയം റെഗുലർ ബ്രാഞ്ചിൽ വി ആർ സ്റ്റാർട്ടിങ് അവർ തേർഡ് ഞങ്ങളുടെ 15 പേരടങ്ങുന്ന പ്രീമിയം ബാച്ചസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ നിങ്ങളെ ക്ഷണിക്കുന്നു. ലൈക്ക് യു ക്യാൻ കം, യു ക്യാൻ ബുക്ക് യുവർ സീറ്റ് സൂൺ. നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉറപ്പ് വരുത്താവുന്നതാണ്. So that's all about dispatch. So now we'll move on to the next thing. Okay, educated regarding importance of diabetic diet, still unaware of consequences of careless diet. ഈ ഒരു സെൻറ്റൻസിന് നമുക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത്, ഡിസ്പൈറ്റ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് എഴുതാം? ഒന്ന് ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. എഡ്യൂക്കേറ്റഡ് റിഗാർഡിങ് ഇമ്പോർട്ടൻസ് ഓഫ് ഡയബറ്റിക് ഡയറ്റ്, അതായത് ഡയബറ്റിക് ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി എഡ്യൂക്കേഷൻ കിട്ടി. സ്റ്റിൽ അൺഅവെയർ ഓഫ് കോൺസിക്വൻസ് ഓഫ് കെയർലെസ് ഡയറ്റ്, പക്ഷേ ഇപ്പോഴും പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാത്തതിൻ്റെ കോൺസിക്വൻസിനെ പറ്റി അവർക്ക് അറിയത്തില്ല. ഓക്കെ, സോ അതെങ്ങനെ നമുക്ക് ഡിസ്പൈറ്റ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തിട്ട് ഹൗ ക്യാൻ വി റൈറ്റ് ഇറ്റ്? അമൽ, ഹായ് അമൽ. ജസ്ന, ഹായ് ജസ്ന. ആൽബി, ഹായ് ആൽബി. ഓക്കെ, സോ ഹൗ ക്യാൻ വി write this sentence? Despite use ചെയ്ത് നമുക്ക് എങ്ങനെ ഈ സെൻറ്റൻസിനെ എഴുതാം? എഡ്യൂക്കേറ്റഡ് റിഗാർഡിങ് ഇമ്പോർട്ടൻസ് ഓഫ് ഡയബറ്റിക് ഡയറ്റ്, സ്റ്റിൽ അൺഅവെയർ ഓഫ് കോൺസിക്വൻസസ് ഓഫ് കെയർലെസ് ഡയറ്റ്. ഡിസ്പൈറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം നോക്കാം. Yeah, I just want answers for this. I want you to answer this question. Gmol, hi. Bincy, hi. John C. Matthew, hi John C. So can you please answer this one? നമ്മളിപ്പോൾ ഡിസ്പൈറ്റ് കണ്ടു. അപ്പോൾ ഡിസ്പൈറ്റ് യൂസ് ചെയ്ത് എങ്ങനെ ഇതിനെ ആൻസർ ചെയ്യാം നോക്കിയേ. അതായത് ഡിസ്പൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഓർത്തോണം, ഇത്രയും കൊടുത്തിട്ടും അവർക്ക് അറിയത്തില്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് ഡിസ്പൈറ്റ് യൂസ് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് ഓൾ ദ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഡിസ്പൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് വൺ മോർ തിങ്, ഞാൻ പലപ്പോഴും ലെറ്ററിൽ കണ്ടിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ ഓൾ ദ എഴുതി കഴിയുമ്പം ഓക്കെ ഓൾ ദ എഴുതി ഒരു സെൻറ്റൻസ് എഴുതി, ഒരു സെൻറ്റൻസ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും, അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യം പിന്നെ പറയത്തില്ല. അപ്പം ഓൾ ദോ കൊണ്ട് എഴുതുന്ന സെൻറ്റൻസ് ഇൻകംപ്ലീറ്റ് ആകും. ഓക്കെ, നമ്മൾ ഓൾ ദോ എഴുതി ഒരു കാര്യം എഴുതി കോമ ഇട്ട് ഒരു കാര്യം കൂടെ നമ്മൾ പറയണം, എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം കൂടെ പറയണം, ഒരു പോസിറ്റീവ് നെഗറ്റീവ്. പക്ഷേ പലപ്പോഴും ആൾക്കാർ പോസിറ്റീവ് മാത്രം എഴുതി സ്റ്റോപ്പ് ചെയ്യും, നെഗറ്റീവ് എഴുതത്തില്ല. അങ്ങനെ വരുമ്പം നിങ്ങൾ എഴുതിയ നിങ്ങൾ എഴുതിയ സെൻറ്റൻസിൻ്റെ മീനിങ്ങും തെറ്റിപ്പോൾ മാർക്കും കുറയും. ഓൾ ദ യൂസ് ചെയ്തോന്ന് വെച്ചാൽ യൂസ് ചെയ്തു, പക്ഷേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായെന്ന് വെച്ചാൽ ഉണ്ടായതുമില്ല. സോ അതുകൊണ്ട് എപ്പോഴും എഴുതുമ്പം ഓൾ ദോയും ഈവൻ ദോയും സബ്സിക്വൻ്റ്ലി കോൺസിക്വൻ്റ്ലിയും ഡിസ്പൈറ്റും ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ എഴുതുമ്പം എപ്പോഴും മനസ്സിൽ ഈ ഒരു പോയിന്റ് വെച്ചോണം. ഓക്കെ ഓക്കെ, ഇവിടെ നമുക്ക് കുറേ ആൻസേഴ്സ് ഉണ്ട്. ടിസ് പറഞ്ഞിട്ടുണ്ട്, ഡിസ്പൈറ്റ് ഹി വാസ് എഡ്യൂക്കേറ്റഡ് റിഗാർഡിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡയബറ്റിക് ഡയറ്റ്, സ്റ്റിൽ ഹി ഈസ് അൺഅവെയർ അബൌട്ട് ദ കോൺസിക്വൻസസ്. ദാറ്റ് ഇസ് ഗുഡ്, അബ്സല്യൂട്ട്ലി. നൗ ഡിസ്പൈറ്റ് എഡ്യൂക്കേറ്റിംഗ് ഹിം റിഗാർഡിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡയബറ്റിക് ഡയറ്റ്, ഹി ഈസ് സ്റ്റിൽ അൺഅവെയർ ഓഫ് കോൺസിക്വൻസസ് ഓഫ് കെയർലെസ് ഡയറ്റ്. യെസ്, ഗുഡ്. ആര്യ, ഹായ് ആര്യ. Alfie, despite he is educated regarding importance of diabetic diet, he is still unaware of consequence of careless diet. Okay. Despite he is educated എന്ന് പറയാം, despite educating him regarding എന്ന് നമുക്ക് പറയാം. ഡാലിയ, despite provide education എന്ന് പറയുമ്പം ലൈക്ക് ബാക്കിയെല്ലാം കറക്റ്റാണ്, അവിടെ മാത്രം ഡിസ്പൈറ്റ് എഡ്യൂക്കേറ്റിംഗ് എന്ന് കൊടുക്കുന്നതാണ് നല്ലത്. ബിക്കോസ് പ്രൊവൈഡ് എന്ന് പറയുന്നതും ഒരു വേർബാണ്, ഒരു ആക്ഷനാണ്. എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളതും ഒരു ആക്ഷനാണ്. സോ ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഒരുമിച്ച് വരണ്ട. എന്നെങ്കിൽ പ്രൊവൈഡ് ചെയ്യാന്നുള്ള കാര്യം മതി, ഇല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളൊരു കാര്യം മതി. ഓക്കെ,
So either despite educating അല്ലെങ്കിൽ either despite provide ഇതിൽ either like ഒന്നെങ്കിൽ educate ചെയ്യുന്ന കാര്യം പറയാം ഇല്ലെങ്കിൽ provide ചെയ്യുന്ന കാര്യം പറയാം. Okay, I hope it is clear. Yes, thank you so much for your response. നിങ്ങളുടെ കമൻസിന് ഒത്തിരി thank you so much and നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. So let's look at the answer here. You can see despite educating him regarding the importance of diabetic diet, he is still unaware of the consequences of careless diet. Okay, so that is the answer. You can see ningal ellam thanne ee answer thaneyanu ezhudiyathu. Now you can see despite educating him regarding the importance of diabetic diet ennu parnal ഡയബറ്റിക് ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി എഡ്യൂക്കേറ്റ് ചെയ്തെങ്കിലും ഇപ്പോഴും അതിൻ്റെ ഒരു കോൺസിക്വൻസിനെ പറ്റി അവർ അൺഅവെയർ ആണ്. ഈ കെയർലെസ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതിൻ്റെ കോൺസിക്വൻസിനെ പറ്റി അവരിപ്പോഴും അൺഅവെയർ ആണ്. ഓക്കെ, ഡിസ്പൈറ്റ് ഓഫ് എഡ്യൂക്കേറ്റിംഗ് ഇമ്പോർട്ടൻസ് ഓഫ് നമുക്കൊരു എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. റിഗാർഡിങ്ങിന് തന്നെ എഴുതണം, ബിക്കോസ് നമ്മൾ OET റൈറ്റിങ്ങിൽ ഷോർട്ട് ഫോംസ് പറ്റത്തില്ല. ഇമ്പോർട്ടൻസ് ഓഫ് ഡയബറ്റിക് ഡയറ്റ് കഴിഞ്ഞിട്ട് ഒരു കോമ വേണം, കാരണം നമ്മൾ അടുത്ത ഒരു പുതിയ കാര്യം പറയാൻ പോവാണ്. സോ അത് കഴിഞ്ഞിട്ടൊരു കോമ ഇടണം. നീതു വിജയൻ, ഹി സ്റ്റിൽ അൺഅവെയർ ഓഫ് കോൺസിക്വൻസസ് ഓഫ് കെയർലെസ് ആൻഡ് യു ഹാവ് ടു പുട്ട് എ ഫുൾ സ്റ്റോപ്പ് ആഫ്റ്റർ കെയർലെസ് ഡയറ്റ്. കെയർലെസ് ഡയറ്റ് കഴിഞ്ഞൊരു ഫുൾ സ്റ്റോപ്പും കൊടുക്കണം. സോ എപ്പോഴും ഓർത്തോണം, നമ്മൾ സെൻറ്റൻസ് എഴുതുമ്പോൾ പങ്ക്ച്വേഷൻസ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ യുവർ റൈറ്റിംഗ്. നിങ്ങൾ കോമയും ഫുൾ സ്റ്റോപ്പും എല്ലാം പ്രോപ്പറായിട്ട് ഇടണം. വെൻ യു കംപ്ലീറ്റ് എ സെൻറ്റൻസ് ഓൾവേസ് റിമെമ്പർ ടു പുട്ട് എ ഫുൾ സ്റ്റോപ്പ്. Good. Despite educating him on explain cheyamo. So you can see despite educate him regarding the importance of diabetic diet ennu paranjal avane diabetic dietinte importance ne patti educate cheyidu engilum ennullore meaning aanu despite nu varunathu. Educate cheyidu engilum avan ippozhum adine patti unaware aanu, adinte oru consequences ne patti ippozhum unaware aanu. So അങ്ങനെയാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത് കേട്ടോ. Is it clear? Yes. So moving on to the next thing. See, നിങ്ങൾ യൂഷ്വലി നമ്മുടെ കേസ് നോട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ കാണാം, മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ സോഷ്യൽ ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണും. ഇപ്പം മെഡിക്കൽ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 2 പോയിൻറ്റ്സ് തന്നിരിക്കുവാണ്, ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, HTN, and you can ഒരു hyphen അവിടെ ഉണ്ട്, 10 years bland diet, Ramipril 5 mg OD. Okay, അതൊരു പോയിന്റ്. And you can see stroke 2016 bracketal rehabilitation successful. Okay, ഈ 2 പോയിന്റ്സിനെ നമുക്ക് എങ്ങനെയാണെന്ന് ട്രാൻസ്ഫോം ചെയ്ത് എഴുതാൻ പറ്റുന്നത്? How can you transform these 2 sentences? Okay, HTN 10 years bland diet, Ramipril 5 mg once daily, and you can see stroke 2016 rehabilitation successful. Yes, ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം നോക്കിയാൽ മതി. HTN 10 years bland diet, Ramipril 5 mg once daily. OD എന്ന് പറഞ്ഞാൽ once daily. അതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാമെന്ന് മാത്രം ഒന്ന് പറയുക. How can we expand it? ഇവിടെ HTN എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ ആണ്. അത് 10 years ആയിട്ടുണ്ട്, വിച്ച് മീൻസ് ഹൈപ്പർ ടെൻഷൻ ആണല്ലോ, അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കും ഒബ്വിയസ്ലി. സോ HTN എന്ന് പറയുമ്പം അത് 10 years ആയിട്ടുണ്ട്, ബ്ലാൻഡ് ഡയറ്റ് ഫോളോ ചെയ്തു, Ramipril 5 mg once daily എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട്. സോ അന്നേരം ഉണ്ട്, ഇപ്പോഴും ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഒരു കണ്ടീഷനോട് നമ്മൾ എങ്ങനെയാണ് ടെൻസ് എഴുതുന്നത്, എന്ത് രീതിയിലാണ് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഒന്ന് ട്രൈ ചെയ്തേ, ജസ്റ്റ് മേക്ക് ഇറ്റ് എ ട്രൈ. യെസ്, ഒന്നാമത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. Okay, I have an answer. He has had hypertension since 2010, for which he is taking Ramipril 5 mg once daily. That is right. And Ramipril കഴിഞ്ഞ് 5 mgക്ക് മുമ്പ് കോമ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് യൂഷ്വലി നമ്മളിങ്ങനെ ഈ Ramipril കഴിഞ്ഞ് ഈ ഒരു mg കാണിക്കുന്നതിൻ്റെ ആ ഒരു മാർക്കിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. He suffered a stroke in 2016, and
No, I'm asking about the first one. Hypertension കാര്യമാണ് ചോദിക്കുന്നത്. He or she has had hypertension for the last 10 years. Yes. Has had UCM. That is right, Eldos. Anita പറഞ്ഞിട്ടുണ്ട്. Dahlia, he has had hypertension since 10 years, for which he is on Ramipral 5 mg once daily and bland diet. Okay, that's right. Now, he has had hypertension for 10 years, for which he is on bland diet. And, okay, that's good. Alfie, LB, he has been commenced on bland diet and Ramipral 5 mg once daily, as he has had hypertension since. Yeah, this answer ശരിയാണ് LB പറഞ്ഞിരിക്കുന്നത്. But you know, you have to concise it a little bit. ഇച്ചിരി ഒന്ന് concise ചെയ്യണം. He has had hypertension since 10 years. Since 10 years. നമ്മൾ സിൻസിൻ്റെ കൂടത്തിൽ 10 years പറയത്തില്ല. ഒരു സ്പെസിഫിക് ടൈം ഉണ്ടെങ്കിൽ സിൻസിൻ്റെ കൂടത്തിൽ പറയത്തില്ല. എക്സാമ്പിൾ 2010. സിൻസ് 2010. 2010 മുതൽ. ഇനിയിപ്പം 10 years എന്ന് പറഞ്ഞൊരു ടൈം പീരീഡിനെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ 4 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 10 years ആണേ. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലാരിഫൈഡ്. ഓക്കെ, അഞ്ചു പറഞ്ഞിട്ടുണ്ട്. ബിൻസി, ഹി ഹാസ് ഹൈപ്പർ ടെൻഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. സോ ഡു വി നീഡ് ടു ആഡ് എനിത്തിങ്? ജസ്റ്റ് യുനോ ആസിൻ്റെ കൂടുതൽ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യണോ? ഹി ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ ഫോർ വിച്ച് ഈസ് ഓൺ Ramipral 5 mg ഡെയിലി ആൻഡ് ബ്ലാൻഡ്. ഓക്കെ, മെറിൻ പറഞ്ഞിട്ടുണ്ട്. He has had hypertension for 10 years, for which number full stop വേണ്ട JC. He is on a bland diet and Ramipral 5 mg daily. Okay. He has been a non-case hypertension for 10 years and takes Ramipral 5 mg daily. Okay. He has had hypertension for 10 years, for which he is taking Ramipral 5 mg once daily and he is on bland diet. The patient is hypertensive for 10 years, for which he is on. Okay. ഷീ ഹാഡ് ഹൈപ്പർടെൻഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഉള്ളത് കൊണ്ട് ഹാഡ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയി, ഇപ്പോഴും ഉണ്ടല്ലോ. സോ വി നീഡ് ടു യൂസ് ഹാസ് ഹാഡ് ഹിയർ. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ആൻസർ. സോ ഞാനിവിടെ എഴുതിയിരിക്കുന്ന ആൻസർ. So the answer for this one is he has had hypertension for 10 years, for which he is on bland diet and Ramipral 5 mg once daily. നിങ്ങൾ ഒരുപാട് പേര് ഇത് റൈറ്റ് ആയിട്ട് പറഞ്ഞു. എനിവേസ് എല്ലാവർക്കും ലൈക്ക് ഇറ്റ്സ് വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ് യു. യെസ്, അതാണ് ആൻസർ. ഓക്കെ ഓക്കെ, എന്നോട് ചോദിച്ചിട്ടുണ്ട് ബിഫോർ ഫോർ വിച്ച് വൺ ഈസ് കറക്റ്റ്, കോമ ഓർ സെമിക്കോളൻ. നമുക്ക് ഫോർ വിച്ചിന് മുമ്പ് വേണമെങ്കിൽ കോമ കൊടുക്കാം. സെമിക്കോളൻ വേണ്ട, കോമ കൊടുത്താൽ മതി ഫോർ വിച്ചിന് മുമ്പ്. ഓക്കെ, ബിക്കോസ് നമ്മൾ ഇനിയിപ്പം കുഞ്ഞ് സെൻറ്റൻസ് എഴുതുന്നത് അതിൻ്റെ കൂട്ടത്തിലാണ് ഫോർ വിച്ചെങ്കിൽ നമ്മൾ കോമ കൊടുത്തില്ലെങ്കിലും ദാറ്റ് ഈസ് റൈറ്റ്. പക്ഷെ നമ്മളിപ്പോൾ ഇച്ചിരി വലിയ സെൻറ്റൻസ് ആണ് എഴുതുന്നതെങ്കിൽ ഫോർ വിച്ചിന് മുമ്പ് നമുക്ക് കോമ കൊടുക്കാവുന്നതാണ്. അവിടെ സെമിക്കോളൻ അല്ല വരുന്നത്, കോമയാണ് വരുന്നത്. ഓക്കെ ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. യെസ്, ഇനി നമുക്കിവിടെ വേറൊരു പോയിന്റ് ഉണ്ട്. സ്ട്രോക്ക് 2016 ബ്രാക്കറ്റിൽ റീഹാബിലിറ്റേഷൻ സക്സസ്ഫുൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? He received successful rehabilitation in 2016 for the management of stroke. അതായത് 2016 കഴിഞ്ഞിട്ടാണ് ബ്രാക്കറ്റിൽ റീഹാബിലിറ്റേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ അർത്ഥം 2016 സക്സസ്ഫുൾ ആയിട്ട് റീഹാബിലിറ്റേഷൻ കിട്ടി. അതിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി മാനേജ്മെൻറ്റ് ഓഫ് സ്ട്രോക്ക്. അങ്ങനെ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, so I'm moving on to the next thing. Yes. Okay. Now again ഇതുപോലെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി, കുറേ മെഡിക്കൽ ഹിസ്റ്ററി നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതിനെല്ലാം എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. Now you can see, so I just want all of you to read this one by one and you have to answer it one by one. ഞാൻ ചോദിക്കുന്ന അനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. So first I have this point, diabetes mellitus 1999, you can see hyphen here, and insulin ഉണ്ട്, metformin 500 mg uncontrolled. ഈ ഒരു ഒന്നാമത്തെ പോയിന്റ് എങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാമെന്നൊന്ന് പറയുക. Is it visible? Just like ഇതിൻ്റെ ഒരു ഫോണ്ടിൻ്റെ കളർ is not so dark. Yeah, I know that. So is it visible? Diabetes mellitus 1999, insulin metformin 500 mg uncontrolled. So how can we transform it? Not clear. Is it clear just now? Like you only have to answer the first point, just the first one. Okay, yeah.
Just the first one, diabetes mellitus ന്റെ കാര്യം മാത്രം ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കൂ. Diabetes mellitus 1999, ഇൻസുലിൻ മെറ്റ്ഫോർമിൻ 500 mg അൺകൺട്രോൾഡ്. ഇത് നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും? ഹൗ ക്യാൻ വി എക്സ്പാൻഡ് ഇറ്റ്? ഒന്ന് ശ്രമിച്ച് നോക്കൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. Yes, waiting for your answers. ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നിങ്ങൾ തന്നെ ട്രൈ ചെയ്താൽ നല്ലതാണ്. ബിക്കോസ് നിങ്ങൾക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. റാദർ ദാൻ സ്പൂൺ ഫീഡ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും നല്ലതാണ് സ്വന്തമായിട്ട് ആൻസേഴ്സ് ചെയ്ത്. തെറ്റിയാൽ തെറ്റിക്കോട്ടെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോർമൽ. Yes. No answers? Please comment. Diabetes, urinary tract infection is now resolved with IV. Okay, however, he is still experiencing episodes of confusion. Any answers for this one? He has had uncontrolled diabetes mellitus since 1999, for which he is on insulin and metformin 500 mg. He had diabetes mellitus since 1999. So diabetes mellitus okay nammal had ano has had ano varunathu Ruby? He has had diabetes mellitus. Okay, he received medication but still uncontrolled. So he received medication and number you need to put a comma. And a connector should also be there. Okay, he has a diabetes mellitus since 1999, for which he is on insulin and metformin 500 mg. Okay, he has a diabetes mellitus since, okay, and take insulin എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ആൻഡ് ടേക്ക് ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ എടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഈസ് ഓൺ പറഞ്ഞാൽ മതി കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് ടുക്ക് എന്നൊക്കെ പറയാം, ബട്ട് OET ഇച്ചിരി ഫോർമൽ റൈറ്റിംഗ് ആണ്. ആൻഡ് ഈസ് ഓൺ എന്ന് നമുക്ക് പറയാം. Metformin 600 mg, still his diabetes is uncontrolled. Okay, he has had despite the management. Yeah, despite the management, it was uncontrolled use. At least is that Shiji Francis tried to use despite in a sentence, which is really good. I appreciate it. He has a diabetes mellitus since, for which he was commenced on metformin 500 mg, which is uncontrolled. Okay, that is right. Merin പറഞ്ഞിട്ടുണ്ട്. However, uncontrolled. However, it is uncontrolled എന്ന് പറയാം. ഒരു പ്രോപ്പർ ഒരു ഇത് വരാൻ വേണ്ടി. However, it is uncontrolled. And now one more thing. മെറിൻ ഇവിടെ ഹവവറിന് തൊട്ട് മുമ്പ് ഒരു സെമി കോളൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ആർ യൂസിങ് എ സെമി കോളൻ ബിഫോർ ഹവവർ, ദെൻ യു ഹാവ് ടു പുട്ട് എ കോമ ആഫ്റ്റർ ഹവവർ. ഹവവറിന് മുമ്പ് ഒരു സെമി കോളൻ യൂസ് ചെയ്താൽ യു ഹാവ് ടു പുട്ട് എ കോമ ആഫ്റ്റർ ഹവവർ. ഓക്കെ, he has a diabetes mellitus for which he is on insulin and metformin ഒരുമിച്ചാണ് എഴുതുന്നത്. Still uncontrolled. Okay, he is ongoing medication. He has had uncontrolled. Okay, ടെസ് പറഞ്ഞിട്ടുണ്ട്, മഞ്ജു പറഞ്ഞിട്ടുണ്ട്, LB പറഞ്ഞിട്ടുണ്ട്, മഞ്ജു ജിജി പറഞ്ഞിട്ടുണ്ട്. Okay, but uncontrolled. Yeah, he was diagnosed with, yeah, I have a lot of answers. ഒരുപാട് ആൻസേഴ്സ് ഉണ്ട്. Now let's look at the answer for this one. You can see he has had diabetes since 1999, which is uncontrolled despite managing with insulin and metformin. എന്ന് പറഞ്ഞാൽ ഡയബറ്റിസ് 1999 തൊട്ട് ഡയബറ്റിസ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹാസ് ഹാഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹിസ്റ്ററിയാണ്. വിച്ച് ഈസ് അൺകൺട്രോൾഡ് ഡിസ്പൈറ്റ് മാനേജിങ് വിത്ത് ഇൻസുലിൻ ആൻഡ് മെറ്റ്ഫോർമിൻ. ഇൻസുലിനും മെറ്റ്ഫോർമിനും വെച്ച് മാനേജ് ചെയ്തിരുന്നു എങ്കിലും അതിപ്പോഴും അൺകൺട്രോൾഡ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എ സെൻറ്റൻസ്. ഇഫ് യു നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ എടുക്കാം. ലൈക്ക് ദിസ് ഈസ് എ ഗുഡ് സെൻറ്റൻസ്. He has a diabetes since 1999, which was uncontrolled despite managing with insulin and metformin. So ഞാൻ ഇന്നിവിടെ ഡിസ്പൈറ്റ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് എഗെയിൻ ആൻഡ് എഗെയിൻ പല ഇതിൽ യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ നമ്മൾ ഓൾറെഡി അത് പഠിച്ചു. സോ നിങ്ങൾക്ക് കുറേ എക്സാമ്പിൾസ് കാണുമ്പോൾ യു ക്യാൻ ആക്ച്വലി മെമ്മറൈസ് ചെയ്യാൻ പറ്റും. നിങ്ങളിലേക്ക് സ്റ്റോർ ആവും ആൻഡ് യു ക്യാൻ അപ്ലൈ ഇറ്റ് വെൻ യു റൈറ്റ് യുവർ OET letter. Okay, he still has uncontrolled diabetes. Yeah,
എപ്പോഴും ഓർത്തോണം, നമുക്ക് നേരത്തെ തൊട്ടുള്ളൊരു ഡിസീസ് പ്രോബ്ലം ആണ് ഇപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ഹാസ് ഹാഡ് പറയാം, അതിൻ്റെ കൂട്ടത്തിൽ സിൻസും നമുക്ക് പറയാമേ. ഹൈപ്പർ ടെൻഷൻ ഫോർ 10 years, 10 വർഷമായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉള്ളത് മേളിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്. നൗ ഇവിടെ നിങ്ങൾക്ക് കാണാം സെക്കൻഡ് പോയിന്റ് ആണ്, വിഷൻ നോർമൽ വിത്ത് ഗ്ലാസസ് അൺടിൽ 2020 റെഫ്യൂസ് ടു വെയർ. എന്തുകൊണ്ടാണ് ഗ്ലാസസ് വെയർ ചെയ്യാത്തത്? അൺകംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മദറിന് കാറ്ററാക്ട് ഉണ്ടെന്ന് പറഞ്ഞു, ഫാദറിന് ഏജ് റിലേറ്റഡ് മാക്കുലാർ ഡീജനറേഷൻ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും പോയിന്റ്സ്, അതായത് ഇത് ദിസ് പോയിന്റ്, ദിസ് വൺ ആൻഡ് ദിസ് വൺ, ഈ 3 പോയിന്റും കൂടെ കൂട്ടി ഹൗ ക്യാൻ വി കണക്ട് ആൻഡ് റൈറ്റ് എ സെൻറ്റൻസ്? സിനി പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് ശരിയാണ്. ഇവിടെ ഹിസ് ഡയബറ്റിസ് ഈസ് സ്റ്റിൽ അൺകൺട്രോൾഡ് ആണ്. ഹി ഡയബറ്റിസ് അല്ല, ഹിസ് ആണ്. ഹിസ് ഡയബറ്റിസ് ഈസ് സ്റ്റിൽ അൺകൺട്രോൾഡ്. ഇവിടെ നമ്മൾ ഹി ഈസ് ട്രീറ്റഡ് വിത്ത് ഇൻസുലിൻ ആൻഡ് മെറ്റ്ഫോർമിൻ കഴിഞ്ഞ് പിന്നെയും ഹിസ് ഡയബറ്റിസ് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ കണക്ട് ചെയ്യാം. ഹി ഈസ് ട്രീറ്റഡ് വിത്ത് ഇൻസുലിൻ ആൻഡ് മെറ്റ്ഫോർമിൻ ഫുൾ സ്റ്റോപ്പ്. ഹവർ ഇറ്റ് ഈസ് സ്റ്റിൽ അൺകൺട്രോൾഡ് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഒരുപാട് ഹി വരുന്നത് കൊണ്ട്. വിച്ച് ഹാസ് അൺകൺട്രോൾഡ് നമുക്ക് പറയാൻ പറ്റില്ല. സൂം ചെയ്യണോ? യെസ്, ഐ വിൽ. സെക്കൻഡ് പോയിന്റ് ആണ്, വിഷൻ നോർമൽ വിത്ത് glasses until 2020 refuses to wear, uncomfortable, mother cataract, father age related macular degeneration. Yes. So what is the answer? He take Ramapril and isn't okay. So what is the answer for this one? Can I give you the answer for this? Yes. And നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. He has family history of cataract and age related macular degeneration. Okay. Although his vision was normal with glasses until 2020, he refuses to wear it due to discomfort. അതായത് although his vision was normal with glasses until 2020, 2020 വരെ ഗ്ലാസ്സസ് കൊണ്ട് വിഷൻ നോർമൽ ആയിരുന്നു എങ്കിലും he refuses to wear it due to discomfort. അതായത് ഡിസ്കംഫർട്ടബിൾ അല്ലെങ്കിൽ കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് ഇപ്പം ഗ്ലാസ്സസ് വെയർ ചെയ്യുന്നില്ല. സോ നമ്മളിവിടെ നമ്മൾ ഡിസ്പൈറ്റ് കണ്ടു, നമ്മളിപ്പോൾ ഓൾദോ വെച്ചൊരു സെൻറ്റൻസ് യൂസ് ചെയ്തിരിക്കുകയാണ്. ഓൾദോ ഹിസ് വിഷൻ വാസ് നോർമൽ വിത്ത് ഗ്ലാസ്സസ്. എപ്പോഴും ഓർത്തോണം, നിങ്ങളുടെ ഒരു എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുവാണ്. നമുക്ക് ഓൾദോ കഴിഞ്ഞിട്ട് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് പറയാം ആൻഡ് കോമ ഇട്ടിട്ട് യു ക്യാൻ അഗെയിൻ സേ എ നെഗറ്റീവ് സെൻറ്റൻസ്. ഓൾദോ പറഞ്ഞ സെൻറ്റൻസിൻ്റെ ഒരു നെഗറ്റീവ് കാര്യം നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നോക്കിയേ, ഓൾദോ ഹിസ് വിഷൻ വാസ് നോർമൽ വിത്ത് ഗ്ലാസ്സസ് അണ്ടിൽ 2020. അപ്പോൾ ഇത് നോർമൽ ആയിരുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമാണ്. ആൻഡ് വി സെപ്പറേറ്റഡ് ദീസ് 2 sentences ബൈ പുട്ടിങ് എ കോമ ഇൻ ബിറ്റ്വീൻ. ആൻഡ് നമ്മൾ ഹി റെഫ്യൂസസ് ടു വെയർ എന്ന് പറയുന്നൊരു നെഗറ്റീവ് കാര്യമാണ്, അല്ലെങ്കിൽ ചെയ്യാത്തൊരു കാര്യമാണ്. അങ്ങനത്തെ കാര്യത്തിന് നമ്മൾ ലൈക്ക് ഒരു നെഗറ്റീവ് കാര്യം അത് കഴിഞ്ഞെഴുതി. സോ ആഫ്റ്റർ ഓൾദോ യു ക്യാൻ യൂസ് എ പോസിറ്റീവ് സെൻറ്റൻസ് ദെൻ എ നെഗറ്റീവ് സെൻറ്റൻസ്. ഹി ഹാസ് ബീൻ റെഫ്യൂസ് ടു വെയർ എന്ന് പറഞ്ഞാൽ അന്നേരം റെഫ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോഴും റെഫ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് മീനിങ് തെറ്റാണ്. ബിക്കോസ് അന്നേരം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, നേരത്തെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഗ്ലാസ്സസ്, ഇപ്പോഴാണ് റെഫ്യൂസ് ചെയ്യുന്നത്. സോ നമുക്കവിടെ ഹാസ് ബീൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓൾദോ ഹിസ് വിഷൻ ഇസ് നോർമൽ വിത്ത് ഗ്ലാസ്സസ് അണ്ടിൽ 2020, റെഫ്യൂസിങ് ടു വെയർ ഡ്യൂ ടു. ഓക്കെ, ഈ റെഫ്യൂസിങ്ങിന് തൊട്ട് മുമ്പ് നമുക്ക് ഹീ പറയാം, കാരണം വി നീഡ് എ സബ്ജക്റ്റ് ദെയർ. സോ റെഫ്യൂസസ് എന്ന് പറഞ്ഞൊരു വേർബാണ്. സോ ബിഫോർ ദാറ്റ് വി നീഡ് ടു പുട്ട് എ സബ്ജക്റ്റ്. സോ ഹീ റെഫ്യൂസസ് ടു വെയർ എന്ന് പറയാം. Although his vision was normal with glasses in the spelling you have to check LP.
He refuses to wear it due to discomfort. Please note, he has family history of cataract and age-related macular degeneration, which is, absolutely right sentence, LB, that is right. Yes, good. And you have to put a full stop after degeneration. Okay. Yeah. His vision was normal. Has normal അല്ല, has normal എന്ന് പറഞ്ഞാൽ അവന് ഉണ്ട് എന്നുള്ള മീനിങ്ങാണ്. നോർമൽ ആയിരുന്നു എന്ന് പറയുമ്പോൾ വാസ് ആണ്. സോ ഇവിടെ ലെറ്റ് മീ ടെൽ യു വൺ തിങ്, പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ എഴുതുമ്പം വാസും ഹാസും തമ്മിൽ പല ആൾക്കാർക്കും മാറിപ്പോകാറുണ്ട്. സോ നിങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ വിത്ത് ദ യൂസേജ് ഓഫ് വാസ് ആൻഡ് ഹാസ്. ഓക്കെ. ഹി റെഫ്യൂസസ് ടു വെയർ ഡ്യൂ ടു സം ഡിസ്കംഫർട്ട് എഴുതണേ. അനു ഡ്യൂ ടു സം അതുകൊണ്ട് എന്നുള്ള മീനിങ് വരണമെങ്കിൽ ഡ്യൂ ടു എന്ന് പറഞ്ഞൊരു ഇതും കൂടെ വന്നാലേ മീനിങ് പ്രോപ്പർ ആകത്തുള്ളൂ കേട്ടോ. യു ഹാവ് ടു ആഡ് ദാറ്റ് ടു. ബാക്കി ശരിയാണ്. ഓക്കെ. യെസ്, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്, ദാറ്റ് ഈസ് ഇതുപോലെ തന്നെ മെഡിക്കൽ ഹിസ്റ്ററിക്കകത്ത് നമ്മൾ കണ്ട മെഡിക്കൽ ഹിസ്റ്ററിക്കകത്ത് തന്നെയുള്ള അടുത്തൊരു പോയിൻ്റാണിത്. ഓസ്റ്റിയോപൊറോസിസ് 2000 വോളട്രാൻ ഇൻറ്റു കാണാം OD മീൻസ് വൺസ് ഡെയിലി. ആൻഡ് യു ക്യാൻ സീ പെരിഫറൽ ന്യൂറോപ്പതി 2018 pregabalin BD. Okay. ഇതെങ്ങനെ എഴുതാമെന്ന് നോക്കണം. നമുക്ക് നോക്കാം. ഇവിടെ കാണാം ഓസ്റ്റിയോപൊറോസിസ് 2000 കാര്യം പറഞ്ഞു, വോളട്രാൻ വൺസ് ഡെയിലി കൊടുക്കുന്ന കാര്യം പറഞ്ഞു, പെരിഫറൽ ന്യൂറോപ്പതിയുടെ കാര്യം പറഞ്ഞു, ആൻഡ് pregabalin BD ട്വൈസ് ഡെയിലി. സോ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പം ഹീ ഈസ് ഓൺ വോളട്രാൻ വൺസ് ഡെയിലി ആൻഡ് ടാബ്ലറ്റ്. ടി നമുക്കിവിടെ കാണുന്നത് ടാബ്ലറ്റ് എന്നുള്ളതാണ്. ടി pregabalinൻ്റെ മുമ്പാണ് ടി വരുന്നത്, വിച്ച് മീൻസ് ടാബ്ലറ്റ് ആയിട്ട് കൊടുത്തു എന്നുള്ള മീനിങ് ആണ്. സോ ടാബ്ലറ്റ് pregabalin 2 times a day for osteoporosis and peripheral neuropathy respectively. So respectively വെച്ച് എങ്ങനെയാണ് സെൻറ്റൻസ് എഴുതുന്നത് നോക്കിയേ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ലാസ്റ്റ് റെസ്പെക്റ്റീവ്ലി നമുക്ക് പറയാൻ പറ്റും. ഹി ഈസ് ഓൺ വോളട്രാൻ വൺസ് ഡെയിലി, അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു, വോളട്രാൻ വൺസ് ഡെയിലി ആൻഡ് വൺ മോർ ടാബ്ലറ്റ് pregabalin ട്വൈസ് ഡെയിലി. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഓസ്റ്റിയോപെറോസിസിനും പെരിഫറൽ ന്യൂറോപ്പതിക്കും വേണ്ടിയിട്ട് റെസ്പെക്റ്റീവ്ലി നമ്മൾ പറഞ്ഞു. സോ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹി ഹാഡ് ഓസ്റ്റിയോപൊറോസിസ് ഇൻ 2000 വിച്ച് ഈസ് ട്രീറ്റഡ് വിത്ത് വോളട്രാൻ വൺസ് ഇൻ എ ഡേ. ഇങ്ങനെ എഴുതുന്നതും ശരിയാണ്. ബട്ട് നമ്മുടെ റൈറ്റിംഗിൽ ഒരു ക്രൈറ്റീരിയ ആണ് കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി, വിച്ച് മീൻസ് വാട്ട് എവർ യു റൈറ്റ് ഷുഡ് ബി കൺസൈസ്ഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ക്ലിയർ. സോ കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി എന്ന് പറഞ്ഞ ക്രൈറ്റീരിയക്കകത്ത് വരുമ്പം നമ്മൾ എഴുതുന്ന സെൻറ്റൻസ് ശരിയാണ്, ഗ്രാമർ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ലെറ്റർ ഷുഡ് ബി കൺസൈസ്ഡ്. ഓക്കെ. അറ്റ് ദ സെയിം ടൈം അത് ക്ലിയറും ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പോയിന്റ്സിനൊക്കെ കണക്ട് ചെയ്ത് ഒറ്റ സെൻറ്റൻസ് ആയിട്ട് എഴുതുന്നത്. ഓക്കെ. So that is why it is just like he is on Voltaren once daily and tablet pregabalin 2 times a day for osteoporosis and peripheral neuropathy respectively. Okay. Yes, you can read it. Now I'm moving on to the next one. Yeah, we've completed everything in that medical history. Moving on to the next thing. Now we have again another thing, that is a social background. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കാം. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനകത്ത് നമുക്ക് കാണാം, ഇവിടെ വിഡോവർ എന്ന് കണ്ടിട്ടുണ്ട്. ഹി ഹാസ് ബീൻ സഫറിങ് വിത്ത് ഓസ്റ്റിയോപൊറോസിസ് പറഞ്ഞിട്ടുണ്ട്. let me tell you one thing, നമ്മൾ യൂഷ്വലി OET റൈറ്റിങ്ങിൽ സഫറിങ് അല്ലെങ്കിൽ സഫർ എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ യൂസ് ചെയ്യാറില്ല. ആൻഡ് ദിസ് ഈസ് എ ഫോർമൽ റൈറ്റിംഗ്. നമ്മൾ സ്പീക്കിങ്ങിലാണെങ്കിൽ നമുക്ക് സഫർ പറയാം, റൈറ്റിങ്ങിനകത്ത് യു ഹാവ് ടു അവോയ്ഡ് യൂസിങ് ദ വേർഡ് സഫർ. ഓക്കെ. നൗ ഒരുപാട് പേര് റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഷിജി, അഞ്ജു, മഞ്ജു, ലിജി മോൾ, നിങ്ങൾ പറഞ്ഞ ആൻസേഴ്സൊക്കെ ശരിയാണ് കേട്ടോ. ഹി ഹാസ് ബീൻ സഫറിങ് വിത്ത്
since 2000, for which he is on Volatile once daily and Pregabalin twice daily for peripheral neuropathy. Okay. He is on Volatile once daily as well as Pregabalin 2 times a day for osteoporosis and peripheral neuropathy respectively. ഈ ഹാസാഡ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് നോക്കുമ്പം അത് ഇപ്പോഴും ഉണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് വേണം ഹാസാഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നൗ യു ക്യാൻ സീ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുക. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനകത്ത് യു ക്യാൻ സീ വിഡോവർ എന്നുണ്ട്, വൈഫ് ഡൈഡ്, COVID-19, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹെവി ഡ്രിങ്കിങ് ആണ്, 2 to 3 liters ഓഫ് ആൽക്കഹോൾ പെർ ഡേ, ഡിപ്രസ്ഡ് സിൻസ് വൈഫ്സ് ഡെത്ത്. ഈ ഒന്നാമത്തെ പോയിന്റിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാമെന്നുള്ളത് നോക്കണം. ഓക്കെ, വിഡോവർ ആണ്, വൈഫ് ഡൈ ചെയ്ത കാര്യം പറയുന്നുണ്ട്. ഹെവി ഡ്രിങ്കിങ് ആണ്, 2 to 3 liters ഓഫ് ആൽക്കഹോൾ പെർ ഡേ. ഡിപ്രസ്ഡ് ആണ് സിൻസ് വൈഫ് ഡെത്ത്, അതായത് വൈഫിൻ്റെ മരണം മുതൽ ഡിപ്രസ്ഡ് ആണ്. How can we expand the point? Yeah, try to answer. ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കിക്കേ. സംടൈംസ് നമുക്ക് തോന്നും ലൈക്ക് നമ്മൾ ലെറ്റർ എഴുതുമ്പം കാണുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇതിങ്ങനെ എഴുതണമെന്ന് വരും. പക്ഷേ നമ്മൾ എഴുതി വരുമ്പോഴത്തേനും എൻറ്റയർ പോയിൻറ്റിൻ്റെ മീനിങ്ങും എല്ലാ കാര്യങ്ങളും മാറിപ്പോകും. സോ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ലെറ്റർ എഴുതി കഴിയുമ്പം പ്രൂഫ് റീഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ആയിരിക്കും നിങ്ങളുടെ സ്കോർ പോകുന്നത്. അതുകൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമർ മിസ്റ്റേക്കോ ഒക്കെ ഉണ്ടോയെന്നൊന്ന് ലെറ്റർ എഴുതി കഴിയുമ്പം പ്രൂഫ് റീഡ് ചെയ്യുക. ആൻഡ് ടൈം മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. Pregabalin twice a day respectively. Yeah. Yes. So can anybody expand or transform this point? Widower ആണ്, വൈഫ് മരിച്ചു, January 2021, heavy drinking, 2 to 3 liters of alcohol per day, depressed since wife's death. എങ്ങനെ നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്ത് പറയാൻ പറ്റും? Okay. He was depressed since the death of his wife. He drinks 2 to 3 liters of alcohol in a day. Yes. He is a widower and consumes alcohol 2 to 3 liters. Okay. Consumes alcohol 2 to 3 liters എന്ന് പറയുന്നത് നല്ലത്. Consumes 2 to 3 liters of alcohol per day as he is depressed since his wife's death. Okay. In spite of educating and okay. This another answer. Okay. Yeah, I got some answers. So let's see what is the right answer for this one. Okay. നമ്മൾ ഫോളോയിങ്ങും ഫോളോവേഡ് ബൈ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. സോ I try to apply those things in this point. So following his wife's death in January 2021, he is depressed and consumes 2 to 3 liters of alcohol daily. അതായത് വൈഫിൻ്റെ മരണത്തെ തുടർന്ന് എന്നുള്ള മീനിങ് ആണ്. ഫോളോയിങ് ഹിസ് വൈഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം വൈഫിൻ്റെ ഡെത്താണ് സംഭവിച്ചത്. സോ ഫോളോയിങ് ഹിസ് വൈഫ് ഡെത്ത് ഇൻ January 2021, ഹി ഈസ് ഡിപ്രസ്ഡ് ആണ് ആൻഡ് കൺസ്യൂംസ് 2 to 3 liters ഓഫ് ആൽക്കഹോൾ ഡെയിലി. നമ്മൾ എന്തുകൊണ്ട് ഇവിടെ വാസ് ഡിപ്രസ്ഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നാലോ, നമ്മൾ വാസ് ഡിപ്രസ്ഡ് പറയാത്തതിൻ്റെ റീസൺ ഇപ്പോഴും സ്റ്റിൽ ഡിപ്രസ്ഡ് ആണ്. സോ ഹി ഈസ് ഡിപ്രസ്ഡ് എന്ന് നമ്മൾ പറയുമോ, ലൈക്ക് എപ്പോഴും ലൈക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാണല്ലോ. സോ അവൻ ഡിപ്രസ്ഡ് ആണ്. സോ ഹി ഈസ് ഡിപ്രസ്ഡ് ആൻഡ് കൺസ്യൂംസ് 2 to 3 liters ഓഫ് ആൽക്കഹോൾ ഡെയിലി. ഹി ഡ്രിങ്ക്സിന് പകരം നമുക്ക് കൺസ്യൂംസ് പറയാം കേട്ടോ. സിൻസ് ഹിസ് വൈഫ് ഡെത്ത് ഡ്യൂ ടു COVID-19 in January 2000, he is depressed and starts drinking. സെൻറ്റൻസ് ശരിയാണ്, ബട്ട് അതിനൊരു ഇച്ചിരി ഒരു ഓർഗനൈസേഷൻ പ്രോബ്ലം സെൻറ്റൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും. സിൻസ് വെച്ചിട്ടൊക്കെ ലൈക്ക് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. He drinks 2 to 3 liters of alcohol due to depression following his wife's death. Okay, that is also right. Who he started to drinking, avade avashilla. He is a widower. Who started drinking. Who is venda. Okay. Now you have another point. No children,
no siblings, no friends, parents both died, far relatives, no contact എന്ന് പറഞ്ഞ് 3 കാര്യം പറഞ്ഞു. ഇവിടെ നോക്കിക്കേ, ചിൽഡ്രൻ ഇല്ല, സിബ്ലിങ്സ് ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, പേരൻസ് മരിച്ചു, റിലേറ്റീവ്സുമായിട്ട് കോൺടാക്റ്റ് ഇല്ല. സോ നമ്മൾ എഴുതുമ്പം ഇത് ഓരോന്നും എഴുതുന്നുണ്ട്. ഹി ഹാസ് നോ ചിൽഡ്രൻ, നോ സിബ്ലിംഗ്, നോ ഫ്രണ്ട്സ്, ആൻഡ് ഹിസ് പേരൻസ് ഡൈഡ്, ആൻഡ് ഹി ഹാസ് നോ ഫാർ റിലേറ്റീവ്സ്, ഹി ഹാസ് നോ കോൺടാക്ട് വിത്ത് ഹിസ് റിലേറ്റീവ്സ്. ഇങ്ങനെ നമ്മൾ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. അവന് റിലേറ്റീവ്സ് ഒന്നും ആരുമായിട്ട് കോൺടാക്റ്റ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ പോയിന്റിൽ നമുക്ക് കൺസൈസ് ചെയ്ത് ഇങ്ങനെ പറയാം, ഹി ഹാസ് നോ റിലേറ്റീവ്സ് ആസ് വെൽ ആസ് ഈസ് സോഷ്യലി ഐസൊലേറ്റഡ് ആൻഡ് ലോൺലി. എന്തുകൊണ്ടാണ് നമ്മളിവിടെ സോഷ്യലി ഐസൊലേറ്റഡ് ആൻഡ് ലോൺലി എന്ന് പറയുന്നത്? അതിന് റിലേറ്റീവ്സ് ഒന്നുമില്ല, ആരുമില്ല എന്ന് പറയുമ്പം തന്നെ അതിൻ്റെ അർത്ഥം സോഷ്യലി ഐസൊലേറ്റഡ് ആണ്, ലോൺലി ആണ്, ഡിപ്രസ്ഡും ആണ്. സോ ഈ 3 പോയിന്റിങ്ങോടെ ഇതിൻ്റെ കൂടുതൽ കേട്ട് നമ്മൾ കണക്ട് ചെയ്തു. സോ അപ്പോൾ എങ്ങനെ സെൻറ്റൻസ് വരും? ഹി ഹാസ് നോ റിലേറ്റീവ്സ് ആസ് വെൽ ആസ്, ആൻഡിന് പകരം നമ്മൾ ആസ് വെൽ ആസ് യൂസ് ചെയ്ത്, അസൂം ചെയ്യാം, ആൻഡിന് പകരം നമ്മൾ ആസ് വെൽ ആസ് യൂസ് ചെയ്തു, സോഷ്യലി ഐസൊലേറ്റഡ് ആണ്, ലോൺലി ആണ്. ഇൻ അഡീഷൻ, അതിൻ്റെ കൂടെ നമ്മളൊരു കണക്ടർ ഇവിടെ യൂസ് ചെയ്യുവാണ്. ഇൻ അഡീഷൻ ഹി ഹാസ് ഒക്കേഷണൽ സൂയിസൈഡൽ തോട്ട്സ് ബട്ട് ഹാസ് നോട്ട് കൺസൾട്ടഡ് എ ഡോക്ടർ. നമ്മളിപ്പം ഈ ഒരു സെൻറ്റൻസിൽ എന്തൊക്കെ കാര്യം പറഞ്ഞു? റിലേറ്റീവ്സ് ഇല്ലെന്നുള്ള കാര്യം പറഞ്ഞു, സോഷ്യലി ഐസൊലേറ്റഡ് ആണ്, ലോൺലി ആണ്, ഡിപ്രസ്ഡ് ആണ് പറഞ്ഞു. അപ്പോൾ തന്നെ അതുകൊണ്ടാണ് ശരിക്കും ഒക്കേഷണൽ സൂയിസൈഡൽ തോട്ട്സ് വരുന്നുണ്ട്, ഡോക്ടറിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് ഈ ഒരു പോയിന്റിൽ പറയുവാണ്. He has no relatives as well as is socially isolated and lonely. In addition, he has occasional suicidal thoughts but has not consulted a doctor. But has not consulted a doctor. ഞാൻ zoom ചെയ്തിട്ടുണ്ട്. Visible അല്ലേ? Is it not visible? Isn't it? Yes. But has not consulted a doctor. Okay? Yeah. അതുപോലെ 2 സെൻറ്റൻസ് ജസ്റ്റ് ഞാൻ പറയുവാണ്. ഹെവി സ്മോക്കർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഓർത്തോണ്ട് നമ്മൾ കേസ് കൊണ്ട് എഴുതുമ്പം ഹെവി സ്മോക്കർ എന്ന് പറഞ്ഞൊരു ജഡ്ജ്മെൻറ്റ്, അവൻ ഭയങ്കരമായിട്ട് വലിക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ ജഡ്ജ്മെൻ്റലായിട്ട് നമ്മൾ സംസാരിക്കരുത്. അതിന് പകരം നിങ്ങൾ എഴുതുമ്പം ഹീസ് എ ഹെവി സ്മോക്കർ എന്ന് എഴുതാതെ ഹീ സ്മോക്സ് 50 cigarettes പെർ ഡേ എന്ന് എഴുതുക. അതുപോലെ തന്നെ ലോസ്റ്റ് ജോബ് ഡ്യൂ ടു ഡ്രങ്കൺ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ എഴുതാം? His license was cancelled and lost his job due to drunken driving. His license was cancelled and lost his job due to drunken driving. So നമുക്ക് ആ ഒരു എൻറ്റയർ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ എഴുതാം. ഒന്ന് വായിച്ചോ ഇത്രയും സെൻറ്റൻസുകൾ. Following his wife's death in January 2021, he is depressed and consumes 2 to 3 liters of alcohol daily. And he has no relatives as well as is socially isolated and lonely. In addition, he has occasional suicidal thoughts but has not consulted a doctor. He smokes 50 cigarettes daily. He lost his job and his license was cancelled due to drunken driving. ഒന്നെങ്കിൽ ഈ സെൻറ്റൻസ് പറയാം, ഇല്ലെങ്കിൽ his license was cancelled and lost his job due to drunken driving. ഏതെങ്കിലും ഒരു സെൻറ്റൻസ് പറയാം. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു കേസിനോട്ട് പോകുന്നത്. ലൈക്ക് ഈ ഒരു പോയിന്റ്സ് നമുക്ക് ഇങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത്. എപ്പോഴും ഓർത്തോണം, സ്മോക്കിങ്ങിൻ്റെ കാര്യം ഞാൻ പലപ്പോഴും പല ആൾക്കാരെയും കേസിനോട്ട് കണ്ടിട്ടുണ്ട്. അത് ഹീസ് എ സ്മോക്കർ, ഹീസ് എ ഹെവി സ്മോക്കർ എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. നമുക്ക് റൈറ്റിങ്ങിനകത്ത് യോണ്ടൻ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ റൈറ്റിങ്ങിൽ സ്റ്റൈൽ ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ജഡ്ജ്മെൻ്റലായിട്ടൊന്നും എഴുതാൻ പാടില്ല. സോ ദാറ്റ് മീൻസ് യു ഹാവ് ടു റൈറ്റ് ഹീ സ്മോക്സ്, എത്ര സിഗരറ്റ് വലിക്കുന്നുണ്ടെന്ന് എഴുതാം. ഹെവി സ്മോക്കർ ആണെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ കാഴ്ചപ്പാടിൽ ഹെവി സ്മോക്കർ ആയിരിക്കുമല്ലോ. സോ ഹി സ്മോക്സ് 50 cigarettes പെർ ഡേ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോ അതാണ്, ദിസ് ഇസ് ദി എൻഡ് ഓഫ് ദി സെഷൻ. സോ ഐ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇഫ് യു ഹാവ് എനി അതർ കൺഫ്യൂഷൻസ് റിഗാർഡിംഗ് റൈറ്റിംഗ്, യു ക്യാൻ ഡെഫിനറ്റ്ലി കം ആൻഡ് കം ടു IILT. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ് എപ്പോഴും. ആൻഡ് വൺ മോർ തിങ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇതിൻ്റെ താഴെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആൻസർ ചെയ്യുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ്. എല്ലാവർക്കും ബൈ. അനീറ്റ, മഞ്ജു, സ്മിത, ഷിജി, നീതു, ലിഞ്ചു, LB, ടെസ്, ലിജിമോൾ, ഷിൽജി ഫ്രാൻസിസ്, ദിവ്യ, Anita, yeah, thank you so much. Gina,
Tess, Manju, Anu, Eldos, yeah. Yes. So have a good night and good sleep. GB, yes, thank you.